നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരൂരിൽ ഫ്രറ്റേണിറ്റിയുടെ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തുടരെ ആവർത്തിക്കുന്ന പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിവുകേടാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ പറഞ്ഞു. RSS ഏറ്റെടുത്തതിന് ശേഷം വളരെ കൃത്യമായി ഈ 22 ലക്ഷത്തോളം വരുന്ന ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ NTA-യുടെയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2026 മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ഇത്. 2024 അതുപോലെ തന്നെ NTA നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സര പരീക്ഷയിലുമൊക്കെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, ഇത്തരത്തിലുള്ള അഴിമതിയുടെ പരീക്ഷാ ചോദ്യപേപ്പർ പണത്തിന് ചോർത്തി നൽകിക്കൊണ്ട് അങ്ങനെ അഴിമതി നടത്തുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ അഴിമതി നടത്തുന്ന പണം വാങ്ങി രാജ്യത്ത് 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഉപരിപഠന സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനാണ് വിദ്യാഭ്യാസ മാഫിയകളുമായി ചേർന്ന ഈ ക്രിമിനലുകൾ ശ്രമിച്ചിട്ടുള്ളതെന്നും പരീക്ഷ നടത്തിയതിലെ വീഴ്ചയും അഴിമതിയും വെച്ച് പൊറുപ്പിക്കാൻ ആവില്ലെന്നും ഫ്രറ്റേണിറ്റി നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആമീൻ യാസിർ, സെക്രട്ടറിമാരായ VK മാഹിർ, ഷാറൂൻ അഹമ്മദ്, KF ഫായിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം നേതാക്കളായ UM ഹുദ, ഫാദിൽ കോട്ട്, VK ഇർഷാദ്, അൻഷിദ് രണ്ടത്താണി, യൂനുസ് പൊന്നാനി, മുഹമ്മദ് പൊന്മുണ്ടം, ബഷാസ് ബഷീർ, ഷിഫ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, തിരൂർ.